എന്റെ അമ്മയുടെ ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്കിപ്പോ കല്യാണം വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേക്കേ. സാധാരണ ആണുങ്ങളാണ് പെണ്ണ് കാണാൻ വേണ്ടി പോകാറുള്ളത്. ഇത് ഇവിടെ ഒരു പെണ്ണാണ് കാണാൻ വേണ്ടി വരെ എന്തൊരു നാണക്കേടെന്ന് ആലോചിച്ചോക്ക്. അഞ്ഞ അവിടെ കിടന്ന് ബഹളം വെക്കണ്ട. ആ അമ്മ ഏതാ പറഞ്ഞ പെണ്ണ് വരുന്നുണ്ടോ? ശരി എന്നാ. സീമേട്ടൻ വന്നിട്ട് ഒത്തിരി നേരമായോ? സീമേട്ടനാ? അല്ല, അമ്മ പറഞ്ഞു സീമേട്ടന് ഇവിടെ വന്നിപ്പുണ്ടെന്ന്. എന്റെ അമ്മനെ സീമാന്ന് വിളിക്കും. അത് കേട്ട് താന്റെ സീമാന്ന് വിളിക്കണ്ട. എനിക്കൊരു പേരുണ്ട്, സീമന്ത് കുമാർ. അങ്ങനെ വിളിച്ചാൽ മതി. അല്ല, എനിക്ക് കണ്ടപ്പോ തന്നെ ചേട്ടന് ഇഷ്ടായി. ചേട്ടന് എന്നെ ഇഷ്ടായോ? എനിക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള ഒരു മൂടല്ല. അതെന്താ? എനിക്ക് എന്റെ പെണ്ണിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. എന്ത് സങ്കല്പ? വലിക്കോ? അച്ഛനും പിന്നെ നന്നായിട്ട് ഞാൻ വലിപ്പിക്കാറുണ്ട്. അതല്ലെന്ന്, സിഗരറ്റ് വലിക്കോന്ന്? അയ്യോ, സിഗരറ്റ് ഒന്നും ഞാൻ വലിക്കാറില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ വലിക്കാറുണ്ട്. അല്ല, ഈ തലവേദനയൊക്കെ വരുമ്പേ ഭാമ വലിക്കണ കാര്യ. കുടിക്കോ? ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഉള്ളപ്പോ മാത്രം. കുഴപ്പമില്ല, വല്ലപ്പോഴല്ലേ ഉള്ളൂ. അല്ല, ഡെയിലി എങ്ങനെ പോലും ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവും. സ്ഥിരം കൂടിയാണല്ലേ? അല്ല, എനിക്കും എന്റെ ഭർത്താവും പോണ ആളെ പറ്റി ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. എന്താണ്? എന്റെ ഭർത്താവ് ഒരു പച്ചയായ മനുഷ്യനായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ താൻ എന്നെ വിട്ടുപിടി. തനിക്ക് പറ്റിയ ആള് ഹോളിവുഡിലുണ്ട്, ഞാൻ കണ്ടുപിടിച്ചാരാം. ആരാണ് ഏട്ടാ? ഹൾക്ക്. പുള്ളി ഫുള്ള് പച്ചയാണ്. നോക്കട്ടെ ഞാൻ. പിന്നെ എന്നെ കെട്ടാൻ പോകുന്ന ആൾക്ക് നല്ല മസിൽ വേണമെന്ന് എന്റെ ആഗ്രഹം. അബൂ സലീമിന്റെ കല്യാണം കഴിഞ്ഞല്ല. ഇങ്ങനെ തമാശ പറയല്ലേ ഏട്ടാ. പിന്നെ ഡെയിലി അങ്ങനെ 2 പെഗ് അടിച്ചിട്ട് നാക്ക് കൊടയാണ്ട് നഗരം നഗരം മഹാസാഗരം എന്ന പാട്ട് പാടുന്ന ആളായിരിക്കണം. അപ്പൊ തനിക്ക് വേണ്ടത് ഒരു പേരിനല്ല, ഷെയറിട്ട് അടിക്കാൻ ഒരാളെ. അല്ല, ചേട്ടന്റെ ഫാമിലി ഒക്കെ ബോംബെയിലാന്ന് പറഞ്ഞല്ലോ. അയ്യോ, എന്റെ ഫാമിലി മൊത്തം ബോംബെയിലല്ല. എന്റെ ഒരു മൂത്തൊരു അമ്മാവനുണ്ട്, ധർമ്മേന്ദ്ര കപൂർ. അയ്യേ, എന്ത് കപൂർ വരണ ഏട്ടാ? അയ്യ, അവിടെ അങ്ങനെയാണ് കേട്ടില്ലേ? രാജ് കപൂർ, അനിൽ കപൂർ, സുനിൽ കപൂർ. ചുരുങ്ങിയതൊരു ഷെട്ടിങ്ങിൽ വേണം. അതില്ലെങ്കിൽ അവിടെ വില ഉണ്ടാവൂല. അത് ഇവിടെ എങ്ങനെയാണ് ഇല്ലെങ്കിൽ വില ഉണ്ടാവൂല? അതല്ലെന്ന്, എന്റെ അമ്മ ഉണ്ടല്ലോ ധർമ്മേന്ദ്ര കപൂർ, അവിടെ ബോംബെയിൽ പേര് കേട്ടൊരു ദാതയാണ്. ആണോ? എന്നിട്ട് പുള്ളി ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ജയിലിലാ. അയ്യോ, അതെന്താ? സ്വന്തം ബോസിനെ കൊന്ന കുറ്റത്തിന്. അതെന്തിനാ കൊന്നേ? അതായത് ബോസും അമ്മാവനും കൂടി ബോംബെ റെയിൽവേ സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കാൻ പ്ലാൻ ചെയ്തു. അവർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അമ്മാവൻ ബാഗിൽ നിന്ന് ഒരു ബോംബ് എടുക്കുന്നു, ഒരു കടി കൊടുക്കുന്നു, ബോസിന് കൊടുക്കുന്നു. ബോസ് അത് പാനിപൂരാണെന്ന് പറഞ്ഞു വിഴുങ്ങി. പിന്നെ ബോസിന്റെ പാനി ഏതാ? ബോസിന്റെ ഒരു കൊടി പോലുണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാനായിട്ട്. എന്നാലും ചേട്ടന് എന്താ ഇഷ്ടമാത്ത? എടോ, വേറൊന്നല്ലോ, എനിക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷൻ അല്ല. എനിക്കുണ്ടല്ല, ഇനി ബിസിനസ് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കണം, പഠിക്കണം, വളരണം. പഠിത്തം നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാലും പഠിക്കാലോ. അതല്ലോ, എനിക്കിപ്പോ ഒരു വിഷയത്തിനുള്ള മൂടല്ല. അയ്യ, വിശേഷം ചേട്ടനല്ലേ, എനിക്കല്ലേ? അങ്ങനല്ല, കല്യാണം പറഞ്ഞൊരു വിശേഷമാണല്ലോ. ഈ കല്യാണമാകുന്ന വിശേഷത്തിനോട് എനിക്കിപ്പോ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചതിന് പിന്നെ ചേട്ടന് പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നെ ഇട്ടുമുടാനുള്ള എന്റെ അച്ഛൻ ഡൽഹി കിടന്നുണ്ടാക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്വത്തുണ്ട് പുള്ളിക്ക്. സ്വത്തല്ല, എന്റെ അച്ഛൻ ഈ കമ്പിളി പുതപ്പിന്റെ പരിപാടിയാണ്. എന്നെ ഇട്ടുമുടാ അത് മതിയല്ല. തന്റെ അച്ഛന്റെ കമ്പനി കണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്കിട്ടില്ല, ദുബായിൽ നല്ല ഒന്നാന്തരം ബിസിനസ് ഉള്ള ആളാ ഞാൻ. എന്ത് ബിസിനസ് ആയിട്ടാ? ഞാൻ ദുബായിലെ ആട് കമ്പനിയിലെ ഡ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാ. ഓ, ദുബായിൽ പരസ്യ കമ്പനിയിലെ കോസ്റ്റ്യൂമർ ആണല്ലേ? ചെമ്മരിയാടിന്റെ കൂടെ ഡ്രിമ്മർ വെച്ചിട്ട്. അതെന്ത് കിട്ടാനാണ്? അറബിക്ക് ഒരു ലോഡ് കൂടെ കിട്ടും. അപ്പൊ ചേട്ടനാ? ഒരു കൂടെയും കിട്ടില്ല. പിന്നെ എന്തിനാട്ടി പണിക്ക് പോണ? ഇത് എന്റെ ജോലിയുടെ കാര്യമാണ്. താനെന്തിനാ അന്വേഷിക്കണം? അല്ല, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ചേട്ടന്റെ മുമ്പിലൊന്ന് ഓപ്പൺ ആയ കൊള്ളാന്നുണ്ട്. ഇവിടെ വെച്ചിട്ടോ? ഇവിടെ വെച്ചിട്ടോ? എനിക്ക് എവിടെയെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ ആവും. ഈ പെണ്ണ് എന്തൊക്കെയാണ് പറഞ്ഞത്? എന്ത് പെണ്ണത്? അയ്യോ ചേട്ടാ, അതല്ല, മനസ്സുറക്കണ കാര്യം പറഞ്ഞത്. അതാണോ? ഞാനൊരു കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടോളൂ. തുറക്കാൻ അതെന്താ ലഞ്ച് ബോക്സോ? ഇങ്ങനെ തമാശ അറിയില്ലേ ചേട്ടാ? ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാലോ. എനിക്ക് അപ്പോഴേ തോന്നി, എന്റെ അമ്മ ഇന്ന് തന്നെ ഇവിടെ പാർക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കളി ഉണ്ടെന്ന് എനിക്കറിയാം. അത് സംവിധായകൻ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ പറ, എവിടെ ക്യാമറ? എന്ത് ക്യാമറ? അല്ല, നിങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോലെ. അയ്യോ, പ്രാങ്ക് അല്ലേ ഏട്ടാ, ഞാൻ ചേട്ടന്റെ അടുത്ത് മുഖവരി ഇല്ലാണ്ടെന്ന് സംസാരിച്ചോട്ടെ എന്ന്. പറയൂ. അത് ചേട്ടനത് കേൾക്കുമ്പോ എങ്ങനെ എടുക്കുമെന്നുള്ള ടെൻഷനാണ് എനിക്ക്. പറഞ്ഞോളൂ. ചേട്ടാ, ഞാനൊരു 3 വർഷമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. 3 വർഷമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. ഞാനൊരു 4 വർഷമായിട്ട് സ്വിറ്റ്സർലൻഡിലായിരുന്നു. അവിടെ ലിവിങ് ടുഗദർ ആണ്. ഈ ലിവിങ് ടുഗദർ രാജ്യം പറ. ഈ പറഞ്ഞ ലിവിങ് ടുഗദർ ഏതാ രാജ്യം? അത് പറഞ്ഞ ഞാനും പറയും. ലിവിങ് ടുഗദർ സ്വിറ്റ്സർലാൻഡില്. അതാണ് ഞാൻ പറഞ്ഞത്. 3 പ്രാവശ്യം ഞാൻ വിസിറ്റ് അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ട്. ചേട്ടന്റെ അമ്മയുടെ ചേട്ടന്റെ അമ്മയുടെ കോളാണ് വന്നത്. അല്ല, ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടോന്ന് അറിയാൻ വിളിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയൂട്ടോ. പറയണം. എന്റെ മുഖത്തോക്കി പറ. മുഖത്തോക്കി പറഞ്ഞിരിക്കുന്നു ഇഷ്ടമല്ല. ഹലോ അമ്മേ, അമ്മയുടെ മോൻ എന്നെ ഇഷ്ടമല്ലാന്ന്. ചെറിയൊരു ഇഷ്ടം പറഞ്ഞു കേട്ടോ. ചെറിയൊരു ഇഷ്ടമുണ്ടാ? ചെറുതല്ല, ഇച്ചിരി വലുതാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. എന്തിനാണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? ആക്ച്വലി എന്താ സംഭവം അറിയാമോ? ഞാനൊരു 10-20 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു ഇത് ഞാൻ തന്നെ കണ്ടു. എന്ത്? ഒരു ഇത്. ഏത്?
അതാണ് ഏതാണ് അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ എന്തോ ഉണ്ട് എനിക്ക് ഹ്യൂമർ സെൻസ് ഭയങ്കര ഇഷ്ടായി. ചേട്ടാ നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാലാ? സംസാരിക്കാം. പക്ഷെ കാര്യം ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ നമ്മളോട് ഉണ്ട് ഏകദേശം എത്ര മിനിറ്റ് ആയി കാണും? ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഭാവി കാര്യം നമുക്ക് കല്യാണത്തിന് ശേഷം സംസാരിക്കാം. അതെന്തേട്ടാ? ഈ പാർക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പാർക്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അതൊരു പ്രത്യേക പാർക്കാണ്. അത് ഞാൻ പറഞ്ഞത്. ഭാവി കാര്യങ്ങൾ നമുക്ക് കല്യാണത്തിന് സംസാരിക്കാം. ഇപ്പൊ തന്നെ ഞാൻ തൽക്കാലം വീട്ടിൽ ഉണ്ടാക്കാം. ഓക്കെ, നടക്ക്. നിർത്തിക്കാടാ. ഇത് കറക്റ്റ് ടൈമിൽ നിർത്തിക്കണം. ഞാൻ 1 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ടൈം കൂട്ടല്ലേ. പ്ലീസ്, ഞങ്ങൾ പോയിക്കോളാം.